ചേട്ടൻ്റെ പാട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ദൈവത്തെ മറന്ന് ജീവിക്കരുത് കുഞ്ഞെ, ഒരു എന്താ പറയാ ഭയങ്കര രസം അതിന്റെ ലിറിക്സ് കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പാട്ടിനും ഓരോ മെസ്സേജസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പാട്ട് പാടിയത് ദാസേട്ടനും ചിത്രചേച്ചിയും. അതിനൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് പറഞ്ഞാലേ നമ്മുടെ ഈ രചനാ മേഖലയിലെല്ലാം ഓരോ അനുഭവം ഉണ്ടാവും. ഒട്ടുമിക്ക പാട്ടിൻ്റെയും പിന്നിൽ, എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരനുഭവം ഉണ്ടാവും. ആ അനുഭവത്തിൽ നിന്നാണ് ഓരോ ഗാനങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ ഗാനത്തിനും ഒരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ചർച്ചിലെ ഒരു പള്ളിയിലെ ഒരു പ്രോഗ്രാമിന് ഒരു കീബോർഡ് വായിക്കുന്നൊരു പയ്യനുണ്ട്. അവനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവന് അസൗകര്യമായിരുന്നു. അസൗകര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ മമ്മി തന്നെ പറഞ്ഞു അവന് ഒരുപാട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് അവനെ വിടിയേല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവനെ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നൊരവസ്ഥ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ പ്രോഗ്രാം നടക്കുന്ന ഒരു ന്യൂ ഇയറിനാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഒരു വർഷാവസാന രാത്രിയല്ലേ, ആ പ്രോഗ്രാം ദൈവികമായി ചെയ്യുവാൻ സത്യത്തിലൊരു ആയുസ് തന്ന ദൈവത്തിന് ഇത് ചെയ്യാൻ ആ മമ്മി സത്യത്തിൽ പറഞ്ഞു വിടുകയല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ വെച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഇന്ന് ഈ കാലഘട്ടത്തിൽ സത്യത്തിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഓടുന്നത്, അനുഗ്രഹദാതാവിനെ ഓർക്കാറില്ല. അതായത് അനുഗ്രഹദാതാവെന്ന് പറയുന്നത് ഞാൻ കരുതുന്ന ഒരു അപ്പൻ്റെ സ്നേഹം. അപ്പം നമ്മൾ നമ്മുടെ അപ്പനിൽ നിന്നും കിട്ടാനുള്ളത് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതുകയും അപ്പൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലു ആകാതിരിക്കുകയും ചെയ്യുന്നത് അപ്പൻ്റെ ഹൃദയനൊമ്പരത്തിന് കാരണമാകുകയല്ലേ. അപ്പോൾ ആ ചിന്തയിൽ നിന്നും അപ്പോൾ അന്ന് ആ മകൻ വന്നില്ല, അമ്മ വിട്ടുമില്ല. കാരണം അവൻ വലിയൊരു ഉയർന്ന പഠന മേഖലയിലെ ആളാണ്. സത്യത്തിൽ വരാവുന്ന കാര്യമുള്ളൂ, പക്ഷേ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു ആ അമ്മ വിട്ടു, അവനെ വിടാതിരുന്നു. അപ്പോൾ ആ സംഭവം എന്നെ വല്ലാതെ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് നയിച്ചു കഴിഞ്ഞ് പിന്നീട് ആ മോൻ്റെ ജീവിതത്തിൽ ഒരുപാട് ട്രാജഡിയുടെ തലയിലൂടെ കടന്നു പോകേണ്ടി വന്നു. വിദ്യാഭ്യാസം ഒക്കെ താറുമാറായിപ്പോയി. പിന്നീട് ആ അമ്മ അതിൻ്റെ കാര്യം ഏറ്റു പറഞ്ഞു. അതായത് സത്യത്തിൽ ഈ ദൈവത്തെ കൂടാതെ ഉണ്ടാകുന്ന എല്ലാം വ്യർത്ഥമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങൾക്കും അത് ബ്ലെസ്സിങ് ആയി മാറുന്നത്, അനുഗ്രഹമായി മാറുന്നത് എന്നുള്ള തിരിച്ചറിവ് ആ മമ്മയ്ക്കുണ്ടായി. മമ്മ എന്നോട് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് ഇത് ഇനി എവിടെയെങ്കിലും പോകുമ്പം ദേവസ്വം പങ്കുവെക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പങ്കുവയ്ക്കാൻ കാരണം. അതുകൊണ്ട് ഞാൻ പലർക്കും ഇത് പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒരു ചിന്തയിൽ നിന്നാണ് കുറിച്ചു